വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബ്രസീലിയൻ ലെമണേഡിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം ബ്രസീലിയൻ ലെമണേഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നാരങ്ങയും കുറച്ച് പഞ്ചസാരയും ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നാരങ്ങ ഇതേപോലെ 8 കട്ട് ചെയ്യുക. ഇതിൻ്റെ കുരുവും ഈ വൈറ്റ് പിത്തും എല്ലാം കളയുക. ഇതേപോലെ എല്ലാ നാരങ്ങയുടെ കുരുവും ഈ വെള്ള ഭാഗമില്ലേ അതും റിമൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ നാരങ്ങ നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇടാം, മിക്സിയുടെ ജാറിലേക്കോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അതേപോലെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിവിടെ നോക്കുന്നത് പഞ്ചസാര നന്നായിട്ട് അലിയണം, കൂടാതെ ഈ ലൈം അല്ലെങ്കിൽ നാരങ്ങ നന്നായിട്ട് പീസാവണം, ചെറിയ പീസുകളാവണം. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വെള്ളത്തിലേക്ക് വരണം. ഇനി ഇത് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തു. ഈ ജ്യൂസ് നമ്മളിതിനകത്തേക്ക് തന്നെ തിരിച്ചു വയ്ക്കുക. ഇതിനകത്തേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്തത്. ഇപ്പം മൊത്തം 2 കപ്പ് വെള്ളം ചേർത്തു. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കാം. ബ്രസീലിയൻ ലെമണേഡിൻ്റെ പ്രത്യേകത ഏതാണ്? കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടാണ് ഈ ഒരു ലെമണേഡ് പ്രിപ്പയർ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ നാരങ്ങ ഫുള്ളായിട്ട് ഇട്ട് അടിച്ചിട്ടാണ് ഉണ്ടാക്കുക. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ബ്രസീലിയൻ ലെമണേഡ് നമ്മൾ ഇതേപോലെ ഒരു ലൈമിൻ്റെ സ്ലൈസ് കൂടെ വെച്ച് ഗാർണിഷ് ചെയ്തു. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ സെർവ് ചെയ്യുക. ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ കയ്പ്പാവും. നമ്മൾ തൊലിയോടുകൂടി ഇട്ട് അടിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഉടനെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണ്, നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ്. നമ്മൾ സാധാരണ കുടിക്കുന്ന നാരങ്ങ വെള്ളം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.